സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നമ്മുടെ ഒരു അടിപൊളി മെഗാ റൈം റേസാണ് നടത്തുവാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ തന്നിൽ കണ്ട പോലെ റോക്കി ബൈൻ്റെ ബൈക്ക് വേഴ്സസ് RGB ഡ്രോൺ ബൈക്കാണ്. സോ ഇന്ന് റേസ് നടത്തുവാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഏത് ബൈക്കിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആര് ജയിക്കും അതും നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് റേസ് നടത്തുവാൻ വേണ്ടി പോകുന്നത് മറ്റാരുടെ ബൈക്കുമല്ല, റോക്കി ബൈൻ്റെ ബൈക്കാണ്. സോ റോക്കി ബൈൻ്റെ ബൈക്ക് എത്തുമോ മറക്കാതെ കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെ ആ റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് റോക്കി ബൈൻ്റെ ബൈക്ക് ഓടിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഏത് ഹൈറ്റിൽ നിന്ന് താഴെ വന്നാലും നമ്മൾ സാധാരണ ഒരു ബൈക്കാണെങ്കിൽ നമ്മൾ തെറിച്ചു പോകുന്നതായിരിക്കും. പക്ഷേ റോക്കി ബൈൻ്റെ ബൈക്ക് അങ്ങനത്തെ ഒരു ബൈക്കല്ല, അമ്മതിരി ഹാൻഡിലുള്ളൊരു ബൈക്കാണ്. സോ എനിക്കെന്തായാലും ജയിക്കുവാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുന്നത് റോക്കി ബൈൻ്റെ ബൈക്ക് തന്നെയാണ്. സോ ഗൈസ്, എന്തായാലും റോക്കി ബൈൻ്റെ ബൈക്ക് ജയിക്കത്തുള്ളൂ, കാരണം ഏകദേശം എത്തിയിട്ടുണ്ട്. സോ അവസാനം കൊണ്ടുപോയിട്ട് കുളവാക്കാതെ നിന്നാൽ മതി. സോ ഗൈസ്, റോക്കി ബൈൻ്റെ ബൈക്ക് എത്തി. വാട്ട് ഗൈസ്, അങ്ങനെ അവസാനം റോക്കി ബൈൻ്റെ ബൈക്ക് ചതിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, റോക്കി ബൈൻ്റെ ബൈക്ക് ഒഫീഷ്യലായി ഔട്ടായെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും അവസാനം കൊണ്ടുപോയിട്ട് കുളവാക്കുക എന്ന് ഇതിനല്ലാതെ പിന്നെ മറ്റെന്തിനാണ് പറയുക? എനിക്ക് എന്തായാലും തോന്നുന്നത് അത് എൻ്റെ മിസ്റ്റേക്കാണെന്നാണ്. എന്തായാലും അവിടെ എത്തേണ്ടതാണ്. അവസാനം എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു കണ്ണ് ചിമ്മുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് മറ്റൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ ഒഫീഷ്യൽ റോക്കി ബൈൻ്റെ ബൈക്ക് ഔട്ടായിട്ടുണ്ട്. എന്തായാലും തോക്കുമെന്ന് ഉറപ്പിക്കാൻ വരട്ടെ. അതായത് ഡ്രോൺ ബൈക്കും ഔട്ടാകാനുള്ള നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഓഫ്കോഴ്സ് റോക്കി ബൈൻ്റെ ബൈക്കിൻ്റെ അത്ര പവറൊന്നും നമ്മുടെ ഡ്രോൺ ബൈക്കിനില്ല. പക്ഷേങ്കിൽ എനിക്ക് ചെറിയൊരു സംശയം വരുന്നത് ഇത് RGB ആണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ പവർ ഇതിനുണ്ട്. പോയി എൻ്റെ പൊന്നോ, ഇത് ഔട്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഡ്രോൺ ബൈക്കിനാണ്. സോ ഒരു പോയിൻ്റ് ഡ്രോൺ ബൈക്കിന് ഇട്ടുകയാണ്. പിന്നെ താഴെ നിന്നും മുകളിലോട്ടേക്കും കൂടെ പോകാനുണ്ട്. ഇത് നമ്മുടെ ഡ്രോൺ ബൈക്കിന് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റോക്കി ബൈൻ്റെ ബൈക്കിന് ഒരു ചാൻസും കൂടെ കിട്ടുന്നതായിരിക്കും. അഥവാ റോക്കി ബൈൻ്റെ ബൈക്ക് ആ ഒരു ചാൻസും കൂടെ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ടൈ ആകുന്നതായിരിക്കും. സോ എനിക്ക് ടൈ ആകുമെന്നാണ് തോന്നുന്നത്. സോ ഡ്രോൺ ബൈക്ക് ഇടിമിന്നൽ സ്പീഡിൽ പോകുന്നുണ്ട്. സോ എത്തിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇനി വലിയ ഡേഞ്ചറൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ റോക്കി ബൈൻ്റെ ബൈക്ക് കൈവിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. റോക്കി ബൈൻ്റെ ബൈക്ക് അങ്ങനെ ഒഫീഷ്യലായി ഔട്ടായെന്ന് എനിക്കിപ്പോൾ പ്രഖ്യാപിക്കേണ്ടി വരും. സോ ഗൈസ്, ദ വിന്നർ ഈസ് ഡ്രോൺ ബൈക്ക്. വെറും ഡ്രോൺ ബൈക്കല്ല, RGB ഡ്രോൺ ബൈക്കാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിന്നറായിട്ട് വരുന്നത്. എന്തായാലും എൻ്റെ ഒരു ഇതിൽ നമ്മുടെ റോക്കി ബൈൻ്റെ ബൈക്ക് ജയിക്കേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ എന്ത് പറയാനാണ്, എൻ്റെ മിസ്റ്റേക്കാണെന്നാണ് തോന്നുന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ബൈക്ക് ഓടിക്കാൻ അറിയാത്തൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു മെഗാ റൈംബ് റേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ഒന്നിനും കൊള്ളാത്തൊരു ബൈക്ക് നല്ല രീതിയിൽ തന്നെ ഓടിക്കാൻ അറിയുന്നൊരു റൈഡറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഗാ റൈംബ് റേസ് സിമ്പിളായിട്ട് തന്നെ ജയിക്കുവാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു വീഡിയോയിൽ വിന്നറായിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ഡ്രോൺ ബൈക്ക് തന്നെയാണ്. സോ ഇനി ഒരു റീമാച്ച് വേണമെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ റീമാച്ച് വെക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോക്ക് 200+ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മെഗാ റൈംബ് റേസ് നടത്താൻ വേണ്ടി പോകുന്നത് ഡ്രോൺ ബൈക്ക് വേഴ്സസ് നിഞ്ച H2R ആണ്. മനസ്സിലായില്ലെങ്കിൽ കവസാക്കി H2R. സോ ഇന്നത്തെ വീഡിയോയിൽ വിന്നറായിരിക്കുന്നത് മറ്റാരുമല്ല, ഡ്രോൺ ബൈക്ക് തന്നെയാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാമെന്നില്ല പ്രതീക്ഷയോടെ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ടാറ്റാ, ബൈ ബൈ. എല്ലാരും റീമാച്ച് വേണമെന്ന് മറക്കാതെ കമന്റ് ചെയ്യും. എന്തായാലും റിവെഞ്ച് എടുക്കണ്ടേ?